ഹായ് ഗൈസ്, ഈ പുഴയും കടന്ന പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാവേരിക്ക് ഉച്ചഭക്ഷണവുമായി ടീ കപ്പ് റിസോർട്ടിൽ പോയ ശാരദ അറിയുന്നുണ്ട് കാവേരിയുടെ ജോലി പോയ കാര്യം. ആ സമയത്ത് ജയപാലനും സ്നേഹതീരത്തേക്ക് വരുന്നു. ഹോം സ്റ്റേ ലൈസൻസ് ഒന്നുമില്ലാതെ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ പരപുരുഷന്മാരെ കയറ്റി താമസിപ്പിക്കുന്നതിന് മറ്റൊരു പേരാണ് പറയുക. ശാരദയുടെ മക്കളെപ്പറ്റി പുറത്ത് മറ്റുള്ളവർക്ക് നല്ല മതിപ്പൊന്നുമില്ല. അതാണ് ഞാൻ ആ സിനൂപിന്റെ കല്യാണ കാര്യം പറഞ്ഞത്. അയാൾക്ക് നല്ല ബിസിനസ് ഉണ്ട്, പണക്കാരനുമാണ്. ഗംഗയെ ഇഷ്ടവുമായി. പിന്നെന്താ കുഴപ്പം? വിനീതനാണെങ്കിൽ ഒരു തയ്യൽ കടയല്ലേ ഉള്ളൂ, അതുപോലാണോ സിനൂപ് എന്നൊക്കെ പറഞ്ഞ് ജയപാലൻ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കാവേരി എതിർക്കുമ്പോൾ കാവേരിയെ തല്ലാൻ വരെ കയ്യോങ്ങുന്നു ശാരദ. ശാരദയെയും കാവേരിയെയും തമ്മിൽ തെറ്റിക്കണമെന്ന ഉദ്ദേശമാണ് നമ്മുടെ ജയപാലന്റെ. അത് ശാരദയ്ക്ക് മനസ്സിലാകുന്നില്ല. കാവേരി വീണ്ടും ശാരദയോട് പറയുന്നത്, അമ്മേ, ആ ആട്ടുംതോൽ അണിഞ്ഞ ചെന്നായിയുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയും. അന്ന് നെഞ്ചു പൊട്ടി കരയേണ്ടി വരും അമ്മേ എന്ന് പറഞ്ഞ് കാവേരി അവിടെ നിന്നും പോകുന്നു. രണ്ടും കൽപ്പിച്ച് ശാരദ വിനീതിന്റെ അടുക്കൽ പോയി കൈകൾ കൂപ്പി, ഇനി മേലാൽ ഞങ്ങളെ ശല്യപ്പെടുത്തരുത്, എങ്ങനെയെങ്കിലും ഗംഗയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് കരഞ്ഞു പറയുന്നു. അത് കണ്ടിട്ട് വിനീത് പറയുന്നത്, ഒരു വാക്ക് പറഞ്ഞാൽ പോരെ അമ്മായി എന്നോട്, എന്റെ മുമ്പിൽ ഇങ്ങനെ കെഞ്ചണോ എന്ന് വിനീത് പറയുമ്പോൾ വാക്കുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു, നെഞ്ചു നുറുങ്ങുന്നുണ്ടായിരുന്നു. ഇനി എന്നെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല അമ്മായി എന്ന് പറഞ്ഞ് അവിടെ നിന്നും നടന്നു നീങ്ങുന്നു വിനീത്. ഗംഗയ്ക്കാണെങ്കിലും മനസ്സില്ലാ മനസ്സോടെയാണ് കല്യാണത്തിന് സമ്മതിക്കുന്നത്. അന്ന് എൻ്റെ കല്യാണത്തിന് ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് അച്ഛനെ എഴുന്നേൽപ്പിക്കാൻ നോക്കിയപ്പോൾ എണീറ്റില്ല. ഇന്ന് അമ്മയാണ് എഴുന്നേൽക്കാതിരുന്നെങ്കിലോ എന്ന് പറഞ്ഞ് ഗംഗയും വിഷമിക്കുന്നു. പിറ്റേന്ന് തന്നെ ഗംഗയെ വീണ്ടും കല്യാണ പെണ്ണായി ഒരുക്കി സിനൂപ് മൊട്ട വരുന്നുണ്ട്. നിവിനും കാവേരിയും മാറി നിന്ന് സങ്കടപ്പെടുന്നു. വിനീത് ശാരദയോട് ചോദിക്കുന്നത്, അവരങ്ങ് കണ്ടുപോയില്ലേ അമ്മായി, ഇനി ഈ ചടങ്ങ് കഴിയുന്നതുവരെ ഞാനിവിടെ നിന്നോട്ടെ എന്ന്. വല്ലാത്തൊരു സീനായിരുന്നു അത്. നെഞ്ചു പിടയാതെ കാണാനാവില്ല ആ രംഗങ്ങളൊക്കെ. ഓരോ എപ്പിസോഡും അത്രമേൽ ഹൃദയസ്പർശിയാണ്. കാത്തിരുന്ന് തന്നെ കാണാം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രൊമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.